നമസ്കാരം. ലക്ഷക്കണക്കിന് ആളുകളാണ് ഓരോ ദിവസവും ലോട്ടറി ടിക്കറ്റ് എടുക്കുന്നത്. എന്തിനാണ്? ജീവിതം ഒന്ന് കരകയറാൻ, ഉള്ള കടങ്ങളൊക്കെ ഒന്ന് തീർക്കാൻ, നാളെ ഒരു കോടീശ്വരനായി ഉണരാൻ. പക്ഷേ 99% ആളുകൾക്കും കിട്ടുന്നത് നിരാശ മാത്രമാണ്. എടുത്ത പണം പോയി കിട്ടും. എന്നാൽ സുഹൃത്തുക്കളെ, വിധി മാറാൻ പോവുകയാണ്. ഗ്രഹങ്ങളുടെ അപൂർവമായ ഒരു കൂടിച്ചേരൽ നടന്നിരിക്കുന്നു. ഇതിൻ്റെ ഫലമായി കൃത്യം 7 നക്ഷത്രക്കാരുടെ തലവര മാറാൻ പോവുകയാണ്. ഇവർ വെറുതെ ഒരു ടിക്കറ്റ് എടുത്താൽ മതി, അത് സമ്മാനമായി മാറും. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് വളരെ രഹസ്യമായ ചില കാര്യങ്ങളാണ്. ആരൊക്കെയാണ് ആ 7 ഭാഗ്യ നക്ഷത്രക്കാർ? ലോട്ടറി അടിക്കാൻ ഇവർ ചെയ്യേണ്ട, ആരും പറയാത്ത ഒരു അത്ഭുത വഴിപാടുണ്ട്. അതെന്താണ്? അതെവിടെയാണ് ചെയ്യേണ്ടത്? ടിക്കറ്റ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട നിങ്ങളുടെ ലക്കി നമ്പർ. നിങ്ങൾക്കെല്ലാവർക്കും ഓരോ ഭാഗ്യ നമ്പറുണ്ട്. അതെന്താണ്, അത് ഏത് നമ്പറാണ് എന്നൊക്കെ കൃത്യമായി ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം. നിങ്ങളൊരു വിഷ്ണു ഭക്തനാണോ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. അവസാനം വരെ കാണുക. കാരണം നിങ്ങളുടെ ജീവിതം മാറാനുള്ള ഒരു താക്കോൽ ഇതിലുണ്ട്. തീർച്ചയായും നിങ്ങളുടെ ജീവിതം മാറിക്കിട്ടും. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങൾ എത്തിച്ചേരുക തന്നെ ചെയ്യും. അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് നിങ്ങൾ എത്തിയിരിക്കുന്നത്. നമ്മൾ പലപ്പോഴും ചോദിക്കാറുണ്ട്, ദൈവമേ, എനിക്ക് മാത്രം എന്താണ് ഭാഗ്യമില്ലാത്തത് എന്ന്. പക്ഷേ ഭാഗ്യം വരാൻ നമ്മൾ കൃത്യമായ വഴിപാട് നടത്താറുണ്ടോ? ക്ഷേത്രദർശനം നടത്താറുണ്ടോ? ക്ഷേത്രദർശനം നടത്തിയാൽ തന്നെ നമ്മൾ ഭാഗ്യത്തിനായുള്ള വഴിപാട് നടത്താറുണ്ടോ? ലോട്ടറി ഭാഗ്യം എന്നത് സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെയും ലക്ഷ്മി ദേവിയുടെയും അനുഗ്രഹമാണ്. അത് നിങ്ങളിൽ എത്ര പേർക്കറിയാം? ഞാൻ ഈ പറയുന്ന 7 നക്ഷത്ര ജാതകർക്കും ലോട്ടറി അടിച്ചു കിട്ടാൻ ഏറ്റവും ഉത്തമമായ ഒരു വഴിപാട് ഞാൻ പറഞ്ഞു തരാം. മറ്റൊന്നുമല്ല, കണ്ണന് കദളിപ്പഴം നേദിക്കുക. മറ്റൊന്ന്, കണ്ണന് പാൽപ്പായസം. ഗുരുവായൂരപ്പന് ഏറ്റവും ഇഷ്ടപ്പെട്ട നിവേദ്യം പാൽപ്പായസമാണ്. ലോട്ടറി എടുക്കുന്ന ദിവസത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ നക്ഷത്ര ദിവസത്തിലോ അടുത്തുള്ള ക്ഷേത്രത്തിൽ കൃഷ്ണനൊരു പാൽപ്പായസം വഴിപാട് നേർന്നു നോക്കൂ. അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ശുദ്ധിയോടെ പാൽപ്പായസം ഉണ്ടാക്കി ഭഗവാന് നിവേദിക്കാം. ആ മധുരം ഭഗവാന് നൽകിയാൽ തിരിച്ച് നിങ്ങളുടെ ജീവിതത്തിലും മധുരമുള്ള ഫലങ്ങൾ, അതായത് വലിയ ധനലാഭം ഭഗവാൻ തരും. ഇത് ഉറപ്പുള്ള കാര്യമാണ്. നിങ്ങൾ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലേലും ശ്രദ്ധിച്ച് കേൾക്കണം. ഈ ഒരു വഴിപാട് നിങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്കൊരു അത്ഭുതം സംഭവിച്ചിരിക്കും. ഇത് അനുഭവമുള്ളവർക്കറിയാം. ഉറപ്പായിട്ടും ഇത് സംഭവിച്ചിരിക്കും. എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവും ഭാഗ്യങ്ങളും വന്നു നിറയുന്ന നക്ഷത്ര ജാതകരാണ് ഞാൻ ഈ പറയാൻ പോകുന്ന 7 നക്ഷത്ര ജാതകർ. ഇതൊരു സാധാരണ വീഡിയോ അല്ല, ഇതൊരു പ്രാർത്ഥന കൂടിയാണ്. നിങ്ങൾ യഥാർത്ഥത്തിൽ ഒരു വിഷ്ണു ഭക്തനാണോ? എങ്കിൽ ഇപ്പോൾ തന്നെ കമൻറ്റ് ബോക്സിൽ ഓം നമോ നാരായണ എന്നൊന്ന് കുറിക്കുക. ആയിരക്കണക്കിന് ആളുകൾ ഒന്നിച്ച് ഈ നാമം ജപിക്കുമ്പോൾ അവിടെ വലിയൊരു പോസിറ്റീവ് എനർജി ഉണ്ടാകും. നിങ്ങളുടെ ആ കമൻറ്റ് ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിലെ ദോഷങ്ങളെ ഇല്ലാതാക്കും. അതുകൊണ്ട് മടിക്കണ്ട, ഭഗവാനെ വിളിച്ച് കമൻറ്റ് ചെയ്യുക. കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഭാഗ്യത്തിനുമേൽ ഭാഗ്യമുള്ള, ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടാൻ കഴിയുന്ന ആ ഭാഗ്യ നക്ഷത്ര ജാതകരെ നമുക്കിന്നത്തെ വീഡിയോയിലൂടെ അറിയാം. അവർക്ക് സംഭവിക്കുന്ന വലിയ വലിയ മാറ്റങ്ങളെക്കുറിച്ചറിയാം. അവരുടെ ഭാഗ്യ നമ്പറിനെ കുറിച്ചറിയാം. 1ാം സ്ഥാനത്ത് നിൽക്കുന്ന ഭാഗ്യ നക്ഷത്രം എന്ന് പറയുന്നത് ഭരണി നക്ഷത്രം തന്നെയാണ്. ശുക്രൻ്റെ അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന നക്ഷത്രമാണ്. ഭരണി നക്ഷത്ര ജാതകർക്ക് വരാൻ പോകുന്ന ലോട്ടറികളിൽ വലിയ വിജയസാധ്യതയുണ്ട്.
നിങ്ങൾ ടിക്കറ്റ് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ടിക്കറ്റിൻ്റെ അവസാന നമ്പറുകളാണ്. അതാണ് നിങ്ങളുടെ ലക്കി നമ്പർ. നിങ്ങളുടെ ഭാഗ്യ നമ്പർ എന്ന് പറയുന്നത് ഭരണി നക്ഷത്ര ജാതകരുടെ ഭാഗ്യ നമ്പർ ഇപ്പോൾ 6, 9 എന്നിവയാണ്. ഈ അക്കങ്ങൾ വരുന്ന ടിക്കറ്റുകൾ തിരഞ്ഞെടുക്കുക. വെള്ളിയാഴ്ച ദിവസം ടിക്കറ്റ് എടുക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ ഭാഗ്യം കൊണ്ടുവരും. പാൽപ്പായസത്തോടൊപ്പം ഭഗവാന് തുളസിമാല സമർപ്പിക്കുന്നതും കദളിപ്പഴം നേദിക്കുന്നതും നിങ്ങൾക്ക് ഭാഗ്യം ഇരട്ടിക്കും. നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ മാറും. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും, ഉറപ്പാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ ആ ഭാഗ്യ നക്ഷത്രത്തെ അറിയാം. അത് രോഹിണി നക്ഷത്രം തന്നെയാണ്, ചന്ദ്രന്റെ പ്രിയപ്പെട്ട നക്ഷത്രം. ഇത്രയും നാൾ പണം കയ്യിൽ നിൽക്കാത്ത അവസ്ഥയായിരുന്നില്ലേ രോഹിണി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച്? എന്നാൽ ഇനി പേടിക്കേണ്ട, ഒരു ബമ്പർ ലോട്ടറി യോഗം തന്നെ നിങ്ങളിലുണ്ട്. രോഹിണിക്കാർക്ക് ഒരു ബമ്പർ ലോട്ടറി അടിക്കും എന്ന ഒരു യോഗം കാണുന്നുണ്ട്. നിങ്ങളുടെ ഭാഗ്യ നമ്പർ എന്ന് പറയുന്നത് 2, 7 എന്നിവയാണ്. ടിക്കറ്റ് നമ്പറുകൾ കൂട്ടുമ്പോൾ ഈ സംഖ്യ വരുന്നതോ അല്ലെങ്കിൽ അവസാനത്തെ അക്കം 2, 7 വരുന്നതോ ആയ ടിക്കറ്റുകൾ എടുക്കുക. തിങ്കളാഴ്ച ദിവസം വ്രതമെടുത്ത് ടിക്കറ്റ് എടുക്കുന്നത് ഫലം നിങ്ങൾക്ക് ഇരട്ടിയാക്കും. അടുത്ത മൂന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് പുണർതം നക്ഷത്രമാണ്, ശ്രീരാമചന്ദ്രന്റെ നക്ഷത്രം. കഷ്ടപ്പാടുകൾക്ക് അറുതി വരാൻ പോവുകയാണ്. പുണർതം നക്ഷത്ര ജാതകർക്ക് ചെറിയ സമ്മാനങ്ങളൊന്നും അല്ല അടിക്കുക, വലിയ വലിയ സമ്മാനങ്ങൾ ഇവരെ കാത്തിരിപ്പുണ്ട്. വലിയ തുകകൾ തന്നെ ലോട്ടറിയിലൂടെ ലഭിക്കാൻ ഇവർക്ക് സാധ്യതയുണ്ട്. നിങ്ങളുടെ ലക്കി നമ്പറുകൾ 3, 5 എന്നിവയാണ്. ഈ നമ്പറുകൾക്ക് പ്രാധാന്യം നൽകുക. ഇവർ ലോട്ടറി എടുക്കുന്നതിന് മുമ്പ് ഹരേ രാമ മന്ത്രം ജപിക്കുന്നത് ഒരുപാട് ഭാഗ്യത്തിനും നേട്ടത്തിനും ഒക്കെ കാരണമാകും. അപ്പോൾ നിങ്ങൾ ഹരേ രാമ എന്നൊന്ന് കമന്റ് ബോക്സിൽ കുറിക്കുക. അതുപോലെ കണ്ണന് പാൽപ്പായസം നേരുന്നത് മുടക്കരുത്, കദളിപ്പഴവും മുടക്കരുത്. അടുത്ത എല്ലാ രീതിയിലും ഭാഗ്യാനുഭവങ്ങൾ ഒന്നിച്ചു വന്നു ചേരുന്ന 2 നക്ഷത്ര ജാതകരുണ്ട്. അത് മറ്റാരുമല്ല, നമ്മുടെ പൂരവും ചോതി നക്ഷത്രവുമാണ്. ഈ ചോതിക്കും പൂരത്തിനും ഇനി ഭാഗ്യത്തിനുമേൽ ഭാഗ്യത്തിൻ്റെ സമയമാണ്. രാഹുവിൻ്റെ സ്വാധീനമുള്ളതുകൊണ്ട് അപ്രതീക്ഷിത ധനലാഭമാണ് ഇവർക്ക് കാണുന്നത്. വഴിയിൽ പോകുമ്പോൾ വെറുതെ ഒരു ടിക്കറ്റ് എടുത്താൽ പോലും അതിവർക്ക് സമ്മാനമായി മാറാം. നിങ്ങളുടെ ഭാഗ്യ നമ്പർ 1, 6, 8 എന്നിവയാണ്. പ്രത്യേകിച്ച് ചോതി നക്ഷത്രക്കാർ 8 എന്ന സംഖ്യ വരുന്ന ടിക്കറ്റ് ശ്രദ്ധിക്കുക. വെള്ളിയാഴ്ചകളിൽ ലോട്ടറി എടുക്കാൻ ശ്രമിക്കുക. അടുത്ത ഏറ്റവും അധികം ഭാഗ്യം വന്നു ചേരുന്ന അവസാനമായി പറയാൻ പോകുന്ന നക്ഷത്ര ജാതകർ സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ നക്ഷത്രമായ തിരുവോണവും ബുധന്റെ നക്ഷത്രമായ രേവതിയുമാണ്. തിരുവോണ നക്ഷത്ര ജാതകർക്ക് 2026 വലിയൊരു ജാക്ക്പോട്ട് അടിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ ലക്കി നമ്പർ 4, 9 എന്നിവയാണ്. രേവതി നക്ഷത്ര ജാതകർക്ക് ബുദ്ധിപൂർവ്വം ചിന്തിച്ചെടുക്കുന്ന ടിക്കറ്റുകൾക്ക് സമ്മാനം തരും, ഉറപ്പാണ്. നിങ്ങൾക്കുള്ള ഒരു ഉപദേശം ഞാൻ പറയാം. ലോട്ടറി എടുക്കുന്ന പണം അത് നല്ലൊരു കാര്യത്തിന് ഉപയോഗിക്കുമെന്ന് ഭഗവാനോട് സത്യം ചെയ്യുക. എങ്കിൽ ടിക്കറ്റ് അടിച്ചിരിക്കും. ഞാൻ നല്ല കാര്യത്തിന് മാത്രമേ അത് ഉപയോഗിക്കൂ എന്ന് ഭഗവാനോട് സത്യം ചെയ്യുക. അങ്ങനെ സത്യം ചെയ്യുന്നവരാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അടിച്ചിരിക്കും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ 7 നക്ഷത്ര ജാതകരാണോ നിങ്ങൾ? നാളെ മുതൽ ഭാഗ്യ പരീക്ഷണങ്ങൾ തുടങ്ങിക്കോളൂ. പക്ഷെ ഒരു കാര്യം മറക്കരുത്, ഭാഗ്യം വരാൻ പുണ്യവും വേണം. നിങ്ങൾ ടിക്കറ്റ് എടുത്ത് പേഴ്സിൽ വെക്കുമ്പോൾ മനസ്സിൽ കണ്ണനെ ധ്യാനിക്കുക. എൻ്റെ കഷ്ടപ്പാടുകൾ മാറ്റാൻ ഭഗവാനെ കൂടെ ഉണ്ടാകണേ എന്ന് പ്രാർത്ഥിക്കുക. കഴിയുമെങ്കിൽ അടുത്തുള്ള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഒരു പാൽപ്പായസം, കദളിപ്പഴം ഇവയൊക്കെ നേദിച്ച് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക. അതിൻ്റെ രുചി പോലെ നിങ്ങളുടെ ജീവിതവും രുചിയുള്ളതാകും, മധുരമുള്ളതാകും. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയും. നിങ്ങളൊരു വിഷ്ണു ഭക്തനെങ്കിൽ മറക്കാതെ ഓം നമോ നാരായണ എന്ന് കമൻറ്റ് ചെയ്യുക. കൂടുതൽ ജ്യോതിഷ സംശയങ്ങൾക്കും
കൃത്യമായ ഭാഗ്യനിർദ്ദേശങ്ങൾക്കും ലക്കി നമ്പറിനും താഴെ കാണുന്ന നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യുക. നമ്പർ ഇതാണ്: 94 967 24 401. എല്ലാവർക്കും വലിയ ലോട്ടറി അടിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.